അത് പഠിക്കണം എന്നിങ്ങനെ തോന്നിപ്പോകും. കാരണം അത് ഏറ്റവും വലിയ ഒരു സമ്പത്തല്ലേ ആ ഓത്ത്. അതുകൊണ്ട് ഖുർആൻ ഓത്ത് നന്നാക്കണം. നമ്മുടെ കുട്ടികൾക്ക് നന്നായി ഓത്ത് പഠിപ്പിക്കണം. പഠിപ്പിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്, സുന്നത്തല്ല. ഖുർആൻ ഓത്ത് പഠിപ്പിക്കണം. മക്കളൊക്കെ നല്ലോണം ഓതാൻ പഠിക്കുന്ന അറിയുന്ന ആളുകളാകണം. പിന്നൊന്ന് പറയട്ടെ, ഖുർആൻ ഓത്ത് ശീലമാക്കണം. ഖൽബിന്റെ കേട് മാറിക്കിട്ടാൻ, കുശുമ്പും കുറുമ്പും മാറിക്കിട്ടാൻ, ഈമാന് വർദ്ധിക്കാൻ, മുഅ്മിന് ബഹുമാനം കൂടാൻ ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്ന മുഅ്മിനും ഓതാത്ത മുഅ്മിനും ഒരേപോലെയല്ല. മസലുൽ മുഅ്മിൻ അല്ലദീ യഖറഉൽ ഖുർആൻ മസലുൽ ഉത്റുജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഖുർആൻ ഓതുന്ന മുഅ്മിൻ ഓറഞ്ച് പോലെയാണ്. ഓറഞ്ചിനെയാ തങ്ങൾ ഉദാഹരണമെടുത്തത്. ഓറഞ്ചിന്റെ വാസന നല്ല വാസനയാണ്. ആര് വാസനിച്ചാലും ആർക്കും അതുകൊണ്ട് ഇടങ്ങേറ് വരൂല. അതിന്റെ രുചിയോ നല്ല രുചിയാണ്. എന്താണ് അതുകൊണ്ട് സൂചിപ്പിച്ചത്? ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ രുചി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈമാനാണ്. ആ ഈമാന് നല്ല ഈമാനാണ്. പുറത്തേക്ക് അവനിൽ നിന്ന് വരുന്ന സ്വഭാവമില്ലേ, അവൻ ഖുർആൻ ഓതുന്നവനല്ലേ, നല്ല സ്വഭാവവുമാണ്. അവന്റെ വാസനയും നല്ലതാണ്, അവന്റെ അകവും നല്ലതാണ്, പുറവും നല്ലതാണ്. വാസന വരുന്നത് പുറത്തല്ലേ സഹോദരങ്ങളെ, രുചി കടക്കുന്നത് ഉള്ളിലല്ലേ. ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ ഉള്ളും പുറവും വിശുദ്ധമാണ്. ഖുർആൻ എന്നും ഓതുന്നവനും എന്നും ഖുർആൻ ഓതാത്തവനും മാറ്റമുണ്ട്. മസലുൽ മുഅ്മിനില്ലദീ ലാ യഖറഉൽ ഖുർആൻ. ഖുർആൻ ഓതാത്ത വിശ്വാസിയുടെ ഉദാഹരണം മസലുത് തംറ, കാരക്ക പോലെയാണ്. ലൈസ ലഹാ റീഹുൻ, അതിന് വാസനയില്ല. വതഅമുഹാ ത്വയ്യിബുൻ, അതിന്റെ രുചി നല്ല രുചിയാണ്. കാരക്കക്ക് നല്ല ടേസ്റ്റ് ആണ്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ ഉള്ള് നല്ല ഉള്ളാണ്, ഈമാനുണ്ട്. ആ ഈമാനിന് പ്രസരിപ്പ് വേണം, ആ ഈമാനിന് കാതല് വേണം, ആ ഈമാന് മറ്റുള്ളവരിലേക്ക് പ്രകാശം ചുരത്തണം. അതിനെന്ത് വേണം? അതിന് ഖുർആൻ ഓതണം. ഉപ്പമാര് ഉമ്മമാര് ഖുർആൻ ഓതുന്നവരാകണം. എന്നാൽ മക്കളിലും അത് ശീലമാകും. ഭർത്താവ് ഖുർആൻ ഓതുന്ന ആളാകണം. എന്നാൽ സഹധർമ്മിണിയിലും ഖുർആൻ ഓത്ത് ശീലമാകും. അതേ, നമ്മുടെ ഉസ്താദുമാര് ഖുർആൻ എന്നും ഓതുന്നവരാണ്. ശിഷ്യന്മാരായ നമ്മളും എന്നും ഖുർആൻ ഓതേണ്ടവരാണ്. അവര് ഓതും പോലെ നമ്മളും ഓതി പതിവാക്കേണ്ടവരാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഖുർആന് വിടാതെ ഓതി ഓതി ഖുർആനിന്റെ മധുരം ആസ്വദിച്ചപ്പോൾ അവസാന സമയത്ത് രോഗം കലശലായപ്പോഴും മനസ്സിന്റെ സമാധാനത്തിന്, ശരീരത്തിന്റെ കാവലിന്, നല്ല ഹിമ്മത്ത് ലഭിക്കാൻ വലിയ സയ്യിദത്തായ ബീവി നഫീസ റളിയല്ലാഹു അൻഹ ഓതിയതും ഖുർആനാണ്. നോമ്പ് നോറ്റിട്ട് മഹദിക്ക് രോഗം കലശലായി. നോമ്പ് കൊണ്ട് രോഗം വന്നതല്ല, നോമ്പിലായിക്കുമ്പോ രോഗം വന്നു. രോഗം മൂർജിച്ചു. ഭർത്താവും കുടുംബക്കാരും കൂടി ഡോക്ടർമാരെ കൊണ്ടുവന്നു. ഡോക്ടർമാര് ചികിത്സിച്ചിട്ട് പറഞ്ഞു, നോമ്പൊഴിവാക്കണം, മരുന്ന് കഴിക്കണം. നഫീസ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇസ്രിഫു അന്നി തബീബി വദഊനി വഹബീബി. ഡോക്ടർമാരോട് പോകാൻ പറയൂ, എന്നെയും എന്റെ ഹബീബായ റബ്ബിനെയും നിങ്ങൾ വിട്ടേക്കൂ. എന്നിട്ട് മഹദി പറയുന്നത്, 30 കൊല്ലമായി അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, റബ്ബേ നോമ്പുകാരിയായിട്ട് എന്നെ നീ മൗത്താക്കണേ. പിന്നെ ഞാൻ നോമ്പ് തുറക്കാനോ? എന്നെ നോമ്പ് തുറപ്പിച്ചിട്ട് എന്റെ ചോദ്യവും എന്റെ നീയത്തും നിങ്ങൾ കളയാനോ? എന്നെ നിങ്ങൾ അതിന് കാക്കേണ്ടതില്ല. പിന്നെ മഹദിയുടെ ശരീരത്തിന്റെയും ഖൽബിന്റെയും ഹിമ്മത്തിന് വേണ്ടി ചെയ്യുന്നത് എന്താണ്? ഖുർആനാണ്. ഖുർആൻ ഓതിയാൽ മനസ്സ് നന്നാകുമോ? മനസ്സ് നന്നാകും. ഖുർആനിന് അത്രയും വലിയ കെട്ടുറപ്പുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മളോട് പറയാണ്, മനുഷ്യന്മാരെ, നിങ്ങളിലേക്ക് ഇറക്കിയ ഈ ഖുർആൻ ഉണ്ടല്ലോ, ഇതൊരു പർവ്വതത്തിന്റെ മുകളിൽ, ആ പർവ്വതത്തിലേക്കാ നമ്മൾ ഇറക്കിയിരുന്നതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, ആ പർവ്വതത്തെ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഖുർആൻ ഇറക്കിയത് കൊണ്ട്, ഖുർആൻ വന്നത് കൊണ്ടുള്ള ഭക്തിയും, ആ ഭക്തി ഇങ്ങനെ കൂടുതലായിട്ട് പൊട്ടി 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 കഷ്ണങ്ങളായിട്ട് ധൂളികളായി മാറുന്നതും കാണാമായിരുന്നു. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് കരഞ്ഞുപോയ പർവ്വതങ്ങളുണ്ടേ, മനുഷ്യന്മാര് നന്നായി പഠിക്കാത്തത് കൊണ്ടാണ്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കണം.